മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിലും ലീഗിൽ അണിയറ ചർച്ചകൾ സജീവമാണ്. ഇത്തവണയും 5 മന്ത്രിമാർ എന്നതാണ് മുസ്ലിം ലീഗിന്റെ കണക്ക്. നിലവിൽ PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത്. മറ്റ് 4 പേരും മന്ത്രിസഭയിലെ പുതുമുഖങ്ങളായിരിക്കും. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കിപ്പം. അരുൺ, ഗുഡ് മോർണിംഗ്. മന്ത്രി ചർച്ചകളൊക്കെ എങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു? മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാർ എന്നതാണ് ചർച്ച. ഏതായാലും 5 എന്ന അക്കത്തിൽ മാറ്റമില്ല. പിന്നെ വകുപ്പുകൾ ആരൊക്കെ, ഇതാണ് ചർച്ചകൾ. എങ്ങനെയാണ് പുരോഗമിക്കുന്നത് മുസ്ലിം ലീഗിൽ? ഗുഡ് മോർണിംഗ് മോത്തി. ലീഗ് എന്തായാലും ഒരു ഔദ്യോഗിക ചർച്ചയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അണിയറയിൽ ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ മനസ്സിലും ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് അവർ എക്കാലത്തെയും സർവ്വകാല റെക്കോർഡിലേക്കാണ്. 27 സീറ്റുകളിൽ 22 വിജയിച്ചു. സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷം. അങ്ങനെ നേട്ടത്തിൻ്റെ അങ്ങനെ ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ അതിന് പകിട്ടേകാൻ ചില ആഗ്രഹങ്ങൾ കൂടി, പ്രതീക്ഷകൾ കൂടി ലീഗിന് ബാക്കിയുണ്ടാകാം. മുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പോളിംഗിന് ശേഷം കോഴിക്കോട് നടന്ന നേതൃയോഗത്തിലും ലീഗിൻ്റെ ഒരു മുതിർന്ന നേതാക്കൾക്കിടയിലൊക്കെ ഉയർന്ന അഭിപ്രായം കൂടിയാണ്. ഒപ്പം 5 മന്ത്രിമാർ എന്നുള്ളത് തന്നെയാണ് ലീഗ് മനസ്സിൽ കണക്കാക്കുന്നത്. ഇന്നലെയൊക്കെ വാർത്തകൾ വന്നിരുന്നു ലീഗിന് 4 മന്ത്രിസ്ഥാനമാണ് എന്നുള്ളതൊക്കെ, ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കറും എന്നുള്ളതൊക്കെ. പക്ഷേ ലീഗ് എന്തായാലും 5 എന്നൊരു കണക്കിൽ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അതിൽ ഉപമുഖ്യമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി വരികയാണെങ്കിൽ പിന്നാലെ വരുന്ന ആളുകളുടെ പേരുകളിലേക്ക് പോയാൽ ഒരു സാധ്യതാ ലിസ്റ്റിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിയുന്നുള്ളൂ. അതിൽ പ്രധാനമായും PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ മലപ്പുറത്ത് നിന്ന് KM ഷാജി, ഒപ്പം തന്നെ PK ബഷീർ, ഈ 2 പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ആബിദ് ഹുസൈൻ തങ്ങളുടെ പേരുൾപ്പെടെ പറഞ്ഞു കേട്ടിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് ആരോഗ്യം നൽകിയേക്കും എന്നൊരു വാർത്തകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ആബിദ് ഹുസൈൻ തങ്ങൾ പ്രൊഫസറാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലൊക്കെ പരിഗണനകളും അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെയാണ് ഉയർന്നു കേട്ടിരുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് ഇത്തവണ മത്സരിച്ച 6-ൽ 6 വിജയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ സീനിയർ നേതാവ് കൂടിയായ പാറക്കൽ അബ്ദുള്ളയുടെ പേര് സജീവമാണ്. മണ്ണാർക്കാട് AN ഷംസുദ്ദീൻ തുടർച്ചയായി 4 തവണ വിജയിച്ച് കയറിയിരിക്കുന്നു. അദ്ദേഹം 90% ഉറപ്പിച്ച ലീഗിൻ്റെ ഹോട്ട് ഫേവറേറ്റ് ആവാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ, മന്ത്രിസഭയിലെത്താനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഇനി കാസർഗോഡ് AKM അഷ്റഫ്, ഒപ്പം തന്നെ കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച അബ്ദുൽ ഗഫൂർ ആദ്യ തവണ MLA ആണ്. ആദ്യ തവണ MLA-മാരെ മന്ത്രിയാക്കാൻ പരിഗണിക്കേണ്ട ഒരു മാനദണ്ഡം ലീഗിലുണ്ട്. പക്ഷേ തെക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ അബ്ദുൽ ഗഫൂറിന് കൂടി നറുക്ക് വീണേക്കാം. ഇത്തരം ചർച്ചകൾ ഇപ്പോഴെന്തായാലും സജീവമായി നടക്കുകയാണ്. എങ്കിലും ചില തീരുമാനങ്ങൾ ലീഗിന് അറിയേണ്ടതുണ്ട്. അത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാന നിർണയം ചർച്ചകൾ കോൺഗ്രസിന് നടത്തിയതിന് ശേഷമായിരിക്കും എന്തായാലും ലീഗ് ചർച്ചയിലേക്ക് കടക്കുക, അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ്. ലീഗിന് ചില നിലപാടുകളും തീരുമാനങ്ങളും എന്തായാലും ഉണ്ട്. അത് കോൺഗ്രസിന് മുന്നിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട്. മോത്തി, ശരിയാണ്.